മലയാളം ബിഗ് ബോസിന്റെ ലൈവിൽ ഇപ്പോൾ അനീഷും രഞ്ജിത്തും മസ്താനിയും എല്ലാവരും കൂടെ ആ സോഫയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ മസ്താനി അനീഷിനോട് ചോദിക്കുവാണ്, അനീഷേട്ടൻ എന്ത് മാറ്റമാണ് ഇവിടെ വന്നിട്ട് ഇത്രയും ദിവസം ഇവിടെ നിന്നിട്ട് ഉണ്ടായതെന്ന്. അപ്പോൾ അനീഷ് പറയുകയാണ്, സൗഹൃദങ്ങൾ കിട്ടി, ഇതുപോലൊരു സുഹൃത്തുണ്ടാകുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരു സുഹൃത്തിനെ കിട്ടുമെന്നൊന്നും ഞാൻ വിചാരിച്ചതേ ഇല്ല. അങ്ങനെ ഒരാളെ എനിക്ക് ഇവിടുന്ന് കിട്ടി. പിന്നെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ പറ്റുമെന്നൊന്നും എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന കാര്യമല്ല. അതിനൊക്കെ എനിക്ക് പറ്റി. അതൊക്കെ എനിക്ക് പറ്റുമെന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് പോകണമെന്നേ ഇല്ല. അപ്പോൾ മസ്താനി ചോദിക്കുവാണ്, 100 ദിവസം കഴിഞ്ഞാലും അനീഷേട്ടൻ ഇവിടെ തന്നെ നിൽക്കണം എന്നാണോ പറയുന്നത്? അതെ, എനിക്ക് ഇവിടുന്ന് പോകണമെന്നേ ഇല്ല, എനിക്ക് ഇവിടെ തന്നെ നിന്നാൽ കൊള്ളാവുന്നുണ്ട് എന്നൊക്കെ അനീഷ് പറയുകയാണ്. എന്നിട്ട് അനീഷ് പറയുകയാണ്, ഞാൻ വീട്ടിലെ മൂത്ത കുട്ടിയാണ്, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇളയ കുട്ടി ആവണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു, അങ്ങനെ സ്നേഹം കിട്ടണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്കിവിടെ വന്നപ്പോൾ എല്ലാവരെയും സ്നേഹം കിട്ടി, എല്ലാവരോടും ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് മസ്താനി ചോദിക്കുന്നുണ്ട്, ഷാനവാസും ചേട്ടനും തമ്മിൽ എത്ര വയസ്സിന് വ്യത്യാസം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, 6 വയസ്സിന് വ്യത്യാസമുണ്ട് ഞാനും ഷാനവാസും തമ്മിൽ. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവർ 3 പേരും ആ സിറ്റിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്.